എല്ലാവർക്കും ഇന്ന് നമസ്കാരം. ഇന്ന് ഞാനിപ്പം ഹരിപ്പാട്ടാണ്. ഞാനിന്ന് ഒരു ബ്ലോഗ് പോലെ ചെയ്യാമല്ലോ എന്ന് ചൊല്ലി. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡും സ്ഥലമൊക്കെ. അപ്പം ഞാനിന്ന് അടുക്കളയിലപ്പം ഇന്നിപ്പം ഞങ്ങളുടെ അടുക്കള കിച്ചണിനകത്ത്. അപ്പം ഇത് കിച്ചണ്, ഇത് ഒരു ഹാള്, പിന്നെ ഇത് മുറി, ഇതൊരു മുറി, പിന്നെ ഇപ്പുറത്തും ഒരു മുറിയുണ്ട്, ഇതും ഒരു മുറി. പിന്നെ ഇത് അച്ഛൻ്റെ മുറി, ഇത് അച്ഛൻ. ഇത് പിന്നെ വീടിൻ്റെ ഫ്രണ്ട് വശം. നമുക്ക് അവിടുന്ന് കിച്ചണിനകത്തോട്ട് കയറാം. ഇനി ഞാൻ വെക്കുന്നത് ഈ മീനാണ്. ഇതാണെങ്കിൽ മങ്കട. ഇത് ഞാൻ ഇന്ന് തേങ്ങ വറുത്തരച്ച് വെക്കുന്ന രീതിയൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ കിച്ചണാണ്. ഇത് നമ്മുടെ കിച്ചൺ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് ഇന്ന് അപ്പുറത്തൊരു കൊട്ടിലുണ്ട്. ഇന്ന് നമുക്ക് അതിനകത്ത് വെച്ചെല്ലാം അടുപ്പിൽ വെച്ച് വെക്കാം. അപ്പം നിങ്ങളെ ഞാൻ അതെല്ലാം ഒന്ന് കാണിക്കാം. ഞാൻ ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ അത് കാണിക്കാം. ഓക്കെ, ബൈ. വെട്ടോത്തി വെച്ച് കുതിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ വെട്ടോത്തി വെച്ച് കുതിക്കുന്നില്ല. നമുക്ക് പാരയെ വെച്ച് നോക്കാം. അപ്പോൾ ഇത് പാര വെച്ചേക്കുന്നു. അപ്പം പാരയെ വെച്ച് നല്ല എളുപ്പം ഇത് പോതിക്കാൻ. നമുക്ക് പാര എടുത്താൽ നമുക്കിതിൻ്റെ വെള്ളം അങ്ങ് പൊട്ടിച്ച് കുടിച്ചാൽ നമുക്ക് ഈ വെള്ളം കുടിച്ചാൽ അപ്പം നമുക്കിതൊന്ന് തിരുമ്മിയെടുക്കാം. അതുവരെ നമുക്ക് ഈ തേങ്ങ ഒന്ന് തിരുമ്മാം. തിളച്ച് നമുക്ക് ഈ ജീരകവെള്ളമാണ്. അപ്പം നമുക്കിന്ന് ജീരകവെള്ളം എല്ലാം തിളച്ച് അത് തിളയ്ക്കുക. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അടുപ്പിൽ തന്നെ തേങ്ങ വറുത്തരയ്ക്കും. അപ്പം നമ്മുടെ കുടിക്കാനുള്ള വെള്ളം ഞാനിനി മാറ്റി ഇപ്പുറത്തോട്ട് വെച്ചു. എന്നിട്ട് എൻ്റെ അമ്മായിയച്ഛനുണ്ട്, അമ്മായിയച്ഛന് വെള്ളം കുളിക്കാൻ ചൂടാക്കി കൊടുക്കണം. അതിന് ഞാൻ ചരുവത്തി ചൂടുവെള്ളം വെച്ചേക്കുക. ചരുവത്തി അന്നേരം ചൂടുവെള്ളം കുളിക്കാൻ വെച്ചു. ജീരകവെള്ളം എടുത്ത് കുടിക്കാനുള്ള എടുത്ത് പിന്നെ നമ്മൾ ചോറ് ഇവിടെ വെക്കുന്നത്, ചോറ് മാത്രം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് മീനൊക്കെ ഇവിടെ വെച്ചാൽ എന്താ വറുത്തരച്ച് നല്ല അടുപ്പേ തേങ്ങ വറുത്ത് അരച്ച് വെക്കുന്നത് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഓക്കെ. അപ്പം വീഡിയോയ്ക്ക് തെളിച്ചക്കുറവാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് അടുപ്പിനകത്ത്, ഇതിനകത്ത് ലൈറ്റ് ഉണ്ടെങ്കിലും വെട്ടമില്ല. ഞാൻ വന്നിരുന്നപ്പം അതിൽ തീ കത്തത്തില്ലേ. ഞാൻ ഡൽഹിയിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ വലിയ തീ കത്തിച്ച് പരിചയമില്ല. അതുകൊണ്ട് എന്നിട്ട് ഞാനിപ്പം ഒരു വിറകൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നമുക്കിന്ന് മീനിന് വെക്കാൻ നമുക്ക് തേങ്ങ ഒന്ന് വറക്കാം. അപ്പോൾ ആ തേങ്ങ വറക്കുന്നത് അതിനകത്ത് ഞാൻ ഇട്ടിരുന്നത് ഒരു തണ്ട് കരിയാപ്പില, ഒരു കൊച്ചുള്ളി കണ്ടിച്ച്, അതും ഇച്ചിരി ഉലുവായും കൂടി ഇട്ടാണ് ഇപ്പം ഞാൻ വറക്കുന്നത് ഞാൻ ഈ അടുപ്പിൽ തന്നെ വെച്ചോണ്ടാണ്. അതുകൊണ്ട് വീഡിയോയ്ക്ക് തെളിച്ചമൊക്കെ കുറവായിരിക്കും. അപ്പം നമുക്ക് ഈ തേങ്ങ ഒന്ന് മൂക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ തേങ്ങ എല്ലാം നല്ല ഒരുവിധം മൂത്തു. വീഡിയോയിൽ കാണാൻ അതിന് എനിക്ക് തോന്നുന്നു വെട്ടക്കുറവുണ്ട്. തേങ്ങ എല്ലാം ഒരുവിധം മൂത്തു. ഇനി അതിനകത്തോട്ട് നമുക്ക് വേണ്ടിയത് നമ്മളെ ഒരു
ഈ ചെറിയ സ്പൂണിന് 3 സ്പൂണ് മുളക് പൊടി ഇടാം. എരിവ് വേണമില്ല മീൻ കൂട്ടാനായതുകൊണ്ട്. അപ്പം 3 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഇട്ടൊന്ന് മൂപ്പിക്കാൻ ചെറുതായിട്ട്. പിന്നെ തീ ഒത്തിരിയാണ്, നമ്മൾ ഈ വിചാരിക്കുന്ന പോലല്ലല്ലോ. തീ കത്തണ്ടപ്പം അങ്ങ് കത്തും, വേണ്ടാത്തപ്പം കത്തത്തുമില്ല, വേണ്ടിയപ്പം കത്തത്തുമില്ല. അപ്പം നമ്മുടെ മുളക് ഒന്ന് മൂത്തി. ഇനി നമുക്ക് അതിനകത്തോട്ട് മല്ലിപ്പൊടി കുറച്ച് മതി. നമുക്കൊരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. 2 സ്പൂൺ ഞാൻ നിറച്ചിട്ടിട്ടില്ല. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടു. ഇപ്പം നമ്മളെന്നും ഗ്യാസിലല്ലേ വെക്കുന്നത്. നമുക്ക് നമ്മളെ നാട്ടിലൊക്കെ വരുമ്പോൾ നമ്മുടെ അടുപ്പയിൽ നമ്മൾ പണ്ടൊക്കെ ഒത്തിരി ചെയ്തിട്ടില്ലേ അടുപ്പയിലൊക്കെ. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഗ്യാസ് ഇല്ലായിരുന്നല്ലോ. അപ്പം നമ്മൾ ഇന്ന് അതുകൊണ്ട് നമ്മൾ അടുപ്പയിലല്ല ചെയ്യുന്നു. അപ്പം ഇനി നമുക്ക് ഇതൊന്നും വറുത്ത് ഇങ്ങനെ മുളകൊക്കെ നല്ലോണം മൂത്തു ഇതെല്ലാം വറുത്ത് ഇനി ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് അച്ഛന് ഞാൻ കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതെടുത്ത് ഇങ്ങോട്ടൊന്ന് വെക്കാം. എന്നിട്ട് ഇനി നമുക്ക് മീൻ വെട്ടിയിട്ട് നമുക്ക് മീൻ അടുപ്പിൽ വെക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ ബാക്കി നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മുടെ കുട്ടിലിൽ നിന്ന് നമ്മളിവിടെ വന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് ഗ്യാസിൻ്റെ പുറത്തോട്ട് വെച്ചു. വേർത്ത് കുളിച്ചു ഞാൻ. അപ്പോൾ ഇത് തേങ്ങ എല്ലാം വറുത്ത് ഇനി ഈ തേങ്ങ ഒന്ന് ആറിയിട്ട് നമുക്കിതൊന്ന് അരയ്ക്കണം. അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ മീൻ വെട്ടുന്നതൊന്ന് കാണിക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഈ മീനെല്ലാം ഒന്ന് വെട്ടിയെടുക്കാം. അപ്പം നല്ല പച്ച മങ്കടയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ മങ്കട ഞാൻ തലയൊന്നും എടുക്കുന്നില്ല, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് കണ്ടിച്ചിട്ട് നമുക്ക് ഈ മങ്കടയിൽ പൊളിക്കണ്ടേ. അപ്പം നമുക്ക് 2 സൈഡും ഒന്ന് അരിഞ്ഞ് പൊളിക്കാം. ഭയങ്കര ചൂടായിപ്പോൾ ഇവിടെ. അപ്പോൾ നമുക്ക് മങ്കടയൊന്ന് നല്ല ഫ്രഷ് മങ്കടയാണ്. അതുകൊണ്ട് നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. നമുക്ക് ഈ മങ്കടയെല്ലാം ഒന്ന് പൊളിച്ചെടുക്കാം. കണ്ടപ്പെട്ട ഇതൊക്കെ നമുക്കങ്ങ് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊളിച്ചല്ല വൃത്തിയായിട്ട്. അപ്പം നിങ്ങളെ ഞാനിതെല്ലാം ഒന്ന് പൊളിച്ച് എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഓരോരുത്തർ ഇതിൻ്റെ തല എടുക്കും, പക്ഷേ എനിക്കങ്ങനെ നോക്കട്ടെ നമുക്കൊന്ന് ഒക്കുമെന്ന് ഭാഗം. അതുകൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ കണ്ണഞ്ചികളെയൊക്കെ കളയും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കണ്ടിക്കും. എന്നിട്ട് വേണമല്ലോ നമുക്കിത് പൊളിക്കാൻ. നമുക്ക് ഇതിൻ്റെ അകത്തെ എല്ലാം കളഞ്ഞ് നല്ല നമുക്കിത് മീൻ വെട്ടം ഒരു ജോലി. ഇവിടെ അനിയത്തി എല്ലാം ചെയ്യുന്ന, അനിയത്തി ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ മീൻ മൊത്തം ഒന്ന് വെട്ടി. അപ്പം ഞാൻ ഈ മീനെല്ലാം വെട്ടി കഴുകി ഒന്ന് തേക്കുമായി. അപ്പം ഞങ്ങളുടെ അച്ഛനെന്ന് പറയുന്ന ആളൊരു അവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കര ചലയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ മീനെല്ലാം ഒന്ന് വെട്ടി കഴുകി തേച്ചിട്ട് നിങ്ങളെ കാണിക്കും. അപ്പം നമ്മൾ വറക്കാനുള്ളതും കൂട്ടാൻ വെക്കാനുള്ളതും എല്ലാം വെട്ടി കഴുകി റെഡിയാക്കി ഇനി നമ്മൾ അടുപ്പിൽ വെക്കുന്നേ കാണിക്കും. അപ്പം നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തരയ്ക്കാൻ മിക്സിയിലിട്ട് വെച്ചൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരയ്ക്കാൻ നോക്കും. ഇത് നല്ല പേസ്റ്റിൻ്റെ കൂട്ട് അരിയണം, വറുത്തരയ്ക്കുന്നില്ല. അപ്പോൾ അത് അരച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ ചട്ടി എടുത്തിട്ട് നമുക്ക് ചട്ടിക്കകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം.
നമുക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക, അടുക്കി പിടിക്കേണ്ട. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞ് നമുക്ക് ആ ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീൻ ഞാൻ 3 ഇതുപോലുള്ള ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ മീനെല്ലാം ഒന്ന് പെറുക്കിയിടും. നമുക്ക് മീനെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുമായിരുന്നല്ലോ, അതേ എല്ലാം എടുത്ത് നമുക്കിത് ഇതിനകത്തോട്ടൊന്ന് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 പച്ചമുളക് ഉണ്ടല്ലോ, നമുക്ക് ആ പച്ചമുളക് ഒന്ന് കീറി അവിടോട്ട് ഇതിനകത്തോട്ട് ഇടും. നമുക്ക് നമ്മുടെ പച്ചമുളക് നമ്മൾ ഒന്ന് കീറി ഇതിനകത്ത്, ഉണ്ടമുളകാണ് ഇത്, ഇവിടുത്തെ മുളക് തന്നെ. അപ്പം നമ്മൾ ഉണ്ടമുളക് 3 ഉണ്ടായിരുന്നു, അതൊന്ന് കീറി. പിന്നെ നമുക്ക് നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരുന്നില്ല, അത് നമുക്ക് ഇതിനകത്തോട്ടിടാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചതൊന്ന് കലക്കണം. ഇത് ഞങ്ങളുടെ ഹരിപ്പാട് സ്റ്റൈലിലുള്ള മീൻ കൂട്ടാനാണ് കേട്ടോ. അപ്പം നമുക്കത് ഒത്തിരി വെള്ളത്തിലിടണ്ട, നമുക്ക് കുറച്ച് വെള്ളം മതി. വെള്ളത്തിൽ നമുക്ക് ഇച്ചിരി ഇതാണ്, ഇച്ചിരി അച്ചാറ് വേണമല്ലോ, നമുക്ക് ചോറിന് തൊട്ട് കൂട്ടാൻ പറ്റും. നമുക്ക് അതിന് വേണ്ടി ഒരു ശകലം വെള്ളം കൂടി ഒഴിക്കും. നമ്മുടെ വെള്ളമെല്ലാം നമ്മൾ ഒഴിച്ചു. ഇപ്പം മീനെല്ലാം ഞാൻ എല്ലാം എടുത്ത് വെച്ചതേണ്ട, എല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇതൊന്ന് വേവാനും മാത്രമുള്ള വെള്ളം ഒഴിച്ചുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണം, ഇത് നമുക്ക് ആ ഉപ്പ് ഇട്ടാൽ അപ്പുറത്ത് കൊണ്ടുവച്ച് നമുക്ക് ഇത് കൂട്ടാൻ ആക്കണം. അപ്പം ഞാൻ നിങ്ങളെ അത് കാണിക്കും. ഞാനാണ് അന്നേരം മീനിനകത്തിടാൻ പുളി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതെല്ലാം 2-3 കഷ്ണം പുളി ഇട്ട്, പിന്നെ ഞാൻ കരിയാപ്പില 2-3 തണ്ട് കരിയാപ്പിലയും കൂടെ ഇതിനകത്തോട്ടിടാം. അപ്പം മീന് എല്ലാം ഉപ്പ് ഞാൻ ആദ്യമേ ഇട്ടായിരുന്നു, ഉപ്പും ഞാനിട്ട് മീനെല്ലാം. അപ്പം ഞാനെല്ലാം എടുത്ത് വെച്ചിനി നമുക്കിത് അപ്പുറത്ത് കൊണ്ടുവന്ന് കൊട്ടിലിനകത്ത് തീയത്ത് പൊട്ടാൻ കത്തിച്ച് ഉറക്കാം. അപ്പം ഞാൻ മീൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്നെല്ലാം അപ്പുറത്തെ അടുക്കളയിൽ നിന്നെല്ലാം കലക്കി ചേർത്ത് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ച് ഇപ്പം മീനൊന്ന് ആക്കുക. എന്നിട്ട് ഇനി നമുക്ക് മീനൊന്ന്, ഇത് ഭയങ്കര ചൂട്, ഈ അടുക്കളയിലൊക്കെ വെച്ച് ഇതിനകത്തൊക്കെ വെച്ച് വെക്കുന്നത് എന്തോ ബുദ്ധിമുട്ടാണ്. ഓരോ യൂട്യൂബർകാർ എന്തെല്ലാം ആഹാരമാണ് വെക്കുന്നത്. അപ്പോൾ എനിക്ക് അതിശയം തോന്നും അവരിങ്ങനെയൊക്കെ വെക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നൊരു മീൻ കൂട്ടാനേ വെച്ചുള്ളൂ, ഞാൻ വേർത്ത് കുളിച്ചാകെ എന്തോന്നായി. തീയത്തി ചൂടുമ്പോഴേ എത്ര നല്ലതാണ് നമ്മുടെ ഗ്യാസൊക്കെ. അപ്പം ഞാൻ ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു മീൻ കൂട്ടാൻ വെക്കാൻ 5 മണിക്കൂർ എടുത്തു. അത് തന്നെ നമ്മളാണെങ്കിൽ എന്തോ ബുദ്ധിമുട്ടാണെന്നറിയോ, പൊത്താൻ വെച്ചൊക്കെ എരിച്ച്. ഇതിനിപ്പോൾ ഇവിടെ എല്ലാവരും താമസിക്കുന്നവർ ഇവിടെ നിത്യം അത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പ്രയാസം കാണത്തില്ലായിരിക്കും, പക്ഷെ നമുക്ക് ഒത്തിരി പാട് തോന്നിച്ചു. അപ്പം ഇനി ഞാൻ മീനെല്ലാം വെന്ത് കഴിഞ്ഞ് നിങ്ങളെ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ മീനൊന്ന് തുറന്ന് നോക്കാം. മീനെല്ലാം നല്ല അടുപ്പേല വെട്ടക്കുറവാണ്, അതുകൊണ്ടാണ് ഈ ഇരുട്ട് പോലും തോന്നിക്കുന്നത്. മീനെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഇച്ചിരി ഉപ്പ് നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് അപ്പുറത്ത് കൊട്ടിലിനകത്ത് നമുക്ക് കിച്ചണിനകത്ത് കൊണ്ടുവെക്കാം. എൻ്റെ അമ്മ എൻ്റെ അടപ്പ് തെറിച്ചിരുന്ന ഒരു മീൻ കൂട്ടാൻ ഇവിടെ കൊട്ടിലിനകത്ത് പൊത്താൻ വെച്ച്. അപ്പം നമ്മൾ വിചാരിച്ച് ഇന്നിങ്ങനെ നമുക്ക് ഇത് ഈ മങ്കടയാണ് കിട്ടി, നമുക്ക് തേങ്ങ വറുത്തരച്ച് നല്ലതായിട്ട് ഞങ്ങളിങ്ങനെ ഹരിപ്പാട്ടുകാരൊക്കെ ഇങ്ങനെ വെക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനെ ഒന്ന് വെച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. പക്ഷേ എൻ്റെ കച്ചക്കുറ്റി കഴിഞ്ഞു. അപ്പം നമ്മുടെ മീൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീനെല്ലാം നല്ല സെറ്റായി പറ്റി കുറുകിയിരിക്കുന്നു. ഇനിയും അതിപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ വറുത്തരച്ചൊന്ന് വെച്ച് നോക്കിയാൽ നല്ല അടിപൊളി മീൻ കൂട്ടാനായിരിക്കും. അപ്പം എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഇനി ഞാൻ ഇവിടെ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ അടുപ്പേ വെച്ചോ അല്ലെങ്കിൽ ഗ്യാസേ വെച്ചൊക്കെ ഓരോരോ പുതിയ തരം കൂട്ടാൻ വെക്കുന്നത് കാണിക്കും. ഓക്കെ, ബൈ, ടാറ്റാ.